ഭയം, ഭക്തി, ബഹുമാനം അഥവാ ഭബ്ബഭ 8 നിലയിൽ പൊട്ടുമെന്ന് പൊളിറ്റിക്സ് കേരള പറഞ്ഞിരുന്നു. പൊളിറ്റിക്സ് കേരളയുടെ വാക്കുകൾ സത്യമായി മാറി. ഒരാവറേജ് പടമായിരുന്നിട്ടും പടം രണ്ടാം ദിനം വീഴുന്ന കാഴ്ചയാണ് കണ്ടത്. ഭബ്ബഭ ദിലീപിൻ്റെ തിരിച്ചുവരവ് ഉറപ്പിച്ച പടമായിരിക്കും എന്നാണ് ദിലീപ് ഫാൻസുകാർ പറഞ്ഞത്. കൂട്ടിന് കിട്ടിയത് ഗോകുലം ഗോപാലനെ പോലെയുള്ള വമ്പൻ നിർമ്മാതാവിനെയും. ഗോകുലം ഗോപാലൻ പടം വാരി എറിഞ്ഞു ചിത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത മോഹൻലാൽ അവതരിപ്പിച്ച അതിഥി വേഷമായിരുന്നു. മോഹൻലാൽ എന്തിനാണ് ആ ചിത്രത്തിൽ ഇങ്ങനെ ഒരു വേഷം അവതരിപ്പിച്ചത് എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരമില്ല. ആദ്യ പകുതി കുഴപ്പമില്ലായിരുന്നു. ആദ്യ പകുതി സംവിധായകൻ സഞ്ജയ് ശങ്കറിന് നന്നായി കൊണ്ടുപോകാൻ കഴിഞ്ഞു. പക്ഷേ രണ്ടാം പകുതി എത്തുമ്പോൾ പടം വീണു പോകുന്ന അവസ്ഥ, ലാഗടിച്ചു പോകുന്നു പ്രേക്ഷകർ. ഒരാഘോഷ തിമിർപ്പാണ് ചിത്രം എന്നും ലോജിക്കില്ലാത്ത ചിത്രമാണെന്നുമൊക്കെയായിരുന്നു ഈ ചിത്രത്തിന് കൊടുത്തിരുന്ന പബ്ലിസിറ്റി. ലോജിക്ക് പോയിട്ട് ഒരു കുന്തം പോലും ആ ചിത്രത്തിൽ ഇല്ല. രണ്ടാം പകുതിയിൽ ചിത്രം വീണുപോയി. പിന്നീട് ലാലേട്ടൻ വരുമ്പോഴാണ് ചിത്രത്തിന് ഹൈപ്പ് കിട്ടുന്നത്. ആ ഹൈപ്പ് അവസാനം വരെ നിലനിർത്താൻ ആയതുമില്ല. എങ്കിലും ദിലീപ് ഫാൻസുകാരെ സംബന്ധിച്ചിടത്തോളവും മോഹൻലാൽ ഫാൻസുകാരെ സംബന്ധിച്ചിടത്തോളവും ഒരു അവിയൽ പരുവത്തിൽ പണമിരുന്ന് കാണാം. പക്ഷേ ഈ പടത്തെപ്പറ്റി തള്ളിമറിക്കുന്ന ചില യൂട്യൂബേഴ്സിനെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ സങ്കടം തോന്നുന്നു. കാരണം ഒരു ആവറേജ് പടം മാത്രമാണ് ഭബ്ബഭ. ഇൻ്റർവെൽ വരെ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു പടം. ഇൻ്റർവെല്ലിന് ശേഷം, ഇടവേളയ്ക്ക് ശേഷം പടം എങ്ങോട്ടാണ് പോകുന്നതെന്ന് തിരക്കഥാകൃത്തുക്കൾക്ക് മനസ്സിലാകുന്നില്ല. തിരക്കഥയുടെയും പോരായ്മ ഈ ചിത്രത്തിൽ നിഴലിച്ച് തന്നെ നിൽക്കുന്നു. എന്തുകൊണ്ടാണ് ഭബ്ബഭയ്ക്ക് ഒരു റിവ്യൂമായി വരാത്തത് എന്ന് എന്നോട് പലരും ചോദിച്ചു. ഞങ്ങൾ നേരത്തെ തന്നെ ഈ ചിത്രത്തിൻ്റെ ഗതി പ്രഖ്യാപിച്ചിരുന്നതാണ്. ദിലീപിനെ ഇനി കുടുംബ സദസ്സിന് വേണ്ട. അതാണ് അതിൻ്റെ ഒരു അർത്ഥം. ദിലീപ് വെറുക്കപ്പെട്ടവനായി മാറിക്കഴിഞ്ഞു. പണ്ടത്തെ VS അച്യുതാനന്ദൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ വെറുക്കപ്പെട്ടവൻ. ദിലീപിനെ സ്വീകരിക്കില്ല. പക്ഷേ ഈ പടത്തിന് ഇനീഷ്യൽ കളക്ഷൻ ഉണ്ടായതും 1 കോടിയൊക്കെ നേടിയെന്ന് അവകാശപ്പെടുന്നതും ഒക്കെ മോഹൻലാൽ എന്ന താരത്തിൻ്റെ പവർ കൊണ്ടാണ്, മോഹൻലാൽ എന്ന താരത്തിൻ്റെ ശക്തി കൊണ്ടാണ്. മോഹൻലാൽ ഇപ്പോഴും മലയാള സിനിമയിൽ ക്രൗഡ് പുള്ളർ തന്നെയാണ്. അദ്ദേഹം കുറച്ച് നേരം മാത്രമേ ഈ ചിത്രത്തിൽ പ്രത്യക്ഷപ്പെടുന്നുള്ളൂ. ചിത്രത്തിൻ്റെ കഥാഗതിയൊക്കെ വളരെ രസകരമാണ്. ഒരു മന്ത്രിയെ, ബൈജു അവതരിപ്പിക്കുന്ന മന്ത്രിയെ തട്ടിക്കൊണ്ടുപോകുന്നതും പിന്നീട് അങ്ങോട്ടുണ്ടാകുന്ന സംഭവ വികാസങ്ങളും ഒക്കെയാണ്. ഇതിൽ കണ്ടിരിക്കാൻ പറ്റാവുന്ന ഒരു അഭിനയം ധ്യാൻ ശ്രീനിവാസൻ്റെ നെഗറ്റീവ് റോളാണ്. ധ്യാൻ ശ്രീനിവാസൻ നന്നായി ചെയ്തിട്ടുണ്ട്. അതുപോലെ വിനീത് ശ്രീനിവാസനും നന്നായി അഭിനയിച്ചിട്ടുണ്ട് ചിത്രത്തിൽ. അതിലപ്പുറം ഒന്നുമില്ല ഈ ചിത്രത്തിൽ ഓർക്കാൻ. തിയേറ്റർ വിട്ട് പുറത്തിറങ്ങുമ്പോൾ കിളിപോയ അവസ്ഥയാകും പ്രേക്ഷകർക്ക്. 2.5 മണിക്കൂർ തിയേറ്ററിൽ ഇരുന്ന് ഞെരിപിരി കൊണ്ടിരുന്ന പ്രേക്ഷകർക്ക് പുറത്തിറങ്ങുമ്പോൾ ഒരാശ്വാസം കിട്ടുമെങ്കിൽ അത് നന്നായി. ദിലീപ് ഫാൻസുകാരെ സംബന്ധിച്ചിടത്തോളവും മോഹൻലാൽ ഫാൻസുകാരെ സംബന്ധിച്ചിടത്തോളവും അവർ ചിത്രം ആഘോഷമാക്കി മാറ്റിയെങ്കിലും അത്രയ്ക്കങ്ങ് ഏറ്റില്ല ചിത്രം. ഇതേ ടോപ്പിക്ക് വെച്ച് നല്ലൊരു ചിത്രം ഒരുക്കാമായിരുന്നു സഞ്ജയ് ശങ്കറിന്. പക്ഷേ ശക്തമായ കഥയും തിരക്കഥയും വേണം. ഒരു സിനിമയുടെ നെടുംതൂണുകളാണ് കഥയും തിരക്കഥയും സംഭാഷണവും. അവിടെയാണ് ഇത് പാളിപ്പോയത്. എന്നാലും ഒരു ആവറേജ് സിനിമ എന്നുള്ള നിലയിൽ കണ്ടിരിക്കാം എന്നല്ലാതെ ഇതൊരു വലിയ ഹിറ്റിലേക്ക് പോകത്തൊന്നുമില്ല. രണ്ടാം ദിനം കളക്ഷൻ കുറയുന്ന കാഴ്ചയാണ് പൊതുവെ കാണുന്നത്. എന്തായാലും പൊളിറ്റിക്സ് കേരള നേരത്തെ തന്നെ പറഞ്ഞിരുന്നു ഭബ്ബഭ ആകുമെന്ന്, 8 നിലയിൽ പൊട്ടുമെന്ന്. ഇപ്പോൾ 8 നിലയിലല്ല, 16 നിലയിൽ പൊട്ടി. ഗോകുലം ഗോപാലനാണ് പണം മുടക്കിയത്. മുമ്പ് ദിലീപിനെ വെച്ച് കമ്മാര സംഭവം എടുത്ത് കൈപൊള്ളിയിരുന്നു ഗോകുലത്തിന്. ഒരിക്കൽ കൂടി പരീക്ഷണം നടത്താൻ ഗോകുലം തീരുമാനിക്കുകയായിരുന്നു. ഗോകുലത്തിൻ്റെ പടമായതുകൊണ്ടാകാം മോഹൻലാൽ അഭിനയിച്ചത്, പടമായതുകൊണ്ടാണ് മോഹൻലാൽ അഭിനയിച്ചത് എന്നും കേൾക്കുന്നു. എന്തായാലും
ഗോകുലം ഗോപാലന് കുറച്ച് കാശ് പോയി കിട്ടി, ചിട്ടിയൊക്കെ പിരിച്ചെടുത്ത കാശ് പോയി കിട്ടി. ഇപ്പോൾ നിലവിളിക്കുന്നത് ദിലീപല്ല, ചിത്രം ഇറങ്ങിയ ശേഷം ഗോകുലം ഗോപാലനാണ് എന്നാണ് കരകമ്പി.